ഡിറ്റക്റ്റീവ് ടി.വി സ്പെഷ്യൽ എഡിഷൻ ന്യൂസ് പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1108-ൽ വില്ലേജ് യൂണിയനായി തുടങ്ങി പിന്നീട് നഗരസഭയായി ഉയരുകയും ക്രിസ്തുവർഷം 1982 ഫെബ്രുവരി 14-ന് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സി.എം. സുന്ദരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത അങ്കമാലി നഗരസഭയുടെ പഴയ ഓഫീസ് മന്ദിരം പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വലിയ അഴിമതിയാണെന്ന ആക്ഷേപം ശക്തമാകുന്നു. കൃത്യമായി പറഞ്ഞാൽ 44 വർഷം പഴക്കമുള്ള, അക്ഷരാർത്ഥത്തിൽ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന തരത്തിൽ ജീർണിച്ച ഈ പഴയ കെട്ടിടം കോടികൾ മുടക്കി പെയിന്റടിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ജനങ്ങളുടെ നികുതിപ്പണം അടിച്ചുമാറ്റാനുള്ള തന്ത്രമാണോ നടക്കുന്നത് എന്ന ചോദ്യമാണ് ഡിറ്റക്റ്റീവ് ടി.വി ഉയർത്തുന്നത്. നിലവിലെ ഭരണസമിതി തികഞ്ഞ പരാജയമായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇത്തരം ജനവിരുദ്ധ നയങ്ങളിലൂടെ നഗരസഭാ ഭരണസമിതി സ്വയം ഇകഴ്ന്നുപോവുകയാണ്. ഈ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറിച്ചെല്ലുമ്പോൾ കാണുന്നത് ഭയാനകമായ കാഴ്ചകളാണ്. 3 നിലകളുള്ള ഈ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷനുകളും അടിത്തറയും ഇളകിയ നിലയിലാണ്. മുകൾവശത്ത് വാർക്ക് ചെയ്തിരുന്ന ടൈലുകളൊക്കെ ഇളകി മാറി മഴവെള്ളം ഇറങ്ങി ചുമരുകൾ വിണ്ടുകീറി നനഞ്ഞൊലിക്കുകയാണ്. പല ഭാഗത്തും കോൺക്രീറ്റ് അടർന്നുമാറി കമ്പികൾ പൂർണ്ണമായും ദ്രവിച്ച് തുരുമ്പെടുത്ത് പൊടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ്. അന്നത്തെ കാലത്തെ രീതിയിൽ പണിത ഈ കെട്ടിടത്തിന്റെ തൂണുകൾക്കിപ്പോൾ യാതൊരുവിധ ബലവുമില്ല. ഏത് നിമിഷവും വലിയൊരു ദുരന്തം വിളിവരുത്താവുന്ന രീതിയിലാണ് ഈ കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ ഘടന. ഈ കെട്ടിടം പുതുക്കിപ്പണിയുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും സമരങ്ങളും ഇവിടെ അരങ്ങേറിയിരുന്നു. LDF-ഉം BJP-യും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അന്ന് സമരനാടകങ്ങളുമായി തെരുവിലിറങ്ങി കേസുകൊടുക്കുമെന്നൊക്കെ വമ്പു പറഞ്ഞിരുന്നു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഭരണസമിതി അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ നിലവിൽ വന്നതോടെ കഥയാകെ മാറി. പണ്ട് സമരം ചെയ്ത LDF-ഓ പ്രതിപക്ഷ കക്ഷികളോ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരക്ഷരം മിണ്ടുന്നില്ല. അന്ന് വലിയ കോലാഹലങ്ങളുണ്ടാക്കിയവർ ഇപ്പോൾ താൽക്കാലികമായി വെറും പെയിന്റടിച്ച് ഇഴഞ്ഞു നീങ്ങുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുഖസാക്ഷിയാവുകയാണ്. അന്നവർ നടത്തിയത് വെറും സമരനാടകങ്ങളായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇവരുടെ ഈ നിശബ്ദത. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 2.77 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് നഗരസഭ ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുമരാമത്ത് വിഭാഗ വഴി ഇതിന്റെ ഓൾഡ് മുനിസിപ്പൽ ബിൽഡിംഗ് റെനോവേഷൻ സെക്കൻഡ് സ്റ്റേജ് ടെൻഡറുകൾ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഇത്രയും വലിയ തുക മുടക്കി ഈ ദ്രവിച്ച കെട്ടിടം നിലനിർത്താൻ ശ്രമിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തെറ്റായ നടപടിയാണ്. ഈ 3 കോടി രൂപ ഉപയോഗിച്ചാൽ അങ്കമാലിയിൽ ഇതിലും മനോഹരമായ സുരക്ഷിതമായ ഒരു പുതിയ കെട്ടിടം പണിയാൻ സാധിക്കും. മാത്രമല്ല, പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ അത്യാധുനിക രീതിയിലുള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കാൻ കഴിയും. നിലവിൽ അങ്കമാലിയിൽ കെട്ടിടങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾ നൽകാത്തതിനെതിരെ ഒരു നടപടിയുമെടുക്കാൻ നഗരസഭയ്ക്കോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോ സാധിക്കുന്നില്ല. കെട്ടിടങ്ങളെല്ലാം പണി കഴിഞ്ഞ ശേഷം പാർക്കിംഗ് ഏരിയകൾ മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റിയെടുക്കുന്ന തനിപോക്കുത്തരമാണ് അങ്കമാലിയിൽ നടക്കുന്നത്. എന്നിട്ടാണ് പഴയ കെട്ടിടം പൊളിച്ചാൽ പുതിയതിന് പാർക്കിംഗ് സൗകര്യമുണ്ടാവില്ലെന്ന മുടന്തൻ ന്യായങ്ങൾ ഇവർ നിരത്തുന്നത്. അങ്കമാലിയിലെ ജനങ്ങളുടെ ചോരനീരൊഴുക്കിയ നികുതിപ്പണം ഇത്തരത്തിൽ കടുംവെട്ടിലൂടെ അഴിമതിക്കായി വിനിയോഗിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളായ LDF-ഉം BJP-യും ഇതിനെതിരെ ശക്തമായി രംഗത്തുവരണം. അല്ലാത്തപക്ഷം നിങ്ങളും ഈ അഴിമതിക്ക് കൂട്ടാണെന്ന് ജനങ്ങൾ കരുതും എന്നതിൽ യാതൊരു സംശയവുമില്ല. പുതിയ ഭരണസമിതിയിൽ ജനക്ഷേമം ആഗ്രഹിക്കുന്ന കഴിവും യോഗ്യതയുമുള്ള നല്ല കൗൺസിലർമാർ വന്നിട്ടുള്ള സ്ഥിതിക്ക് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിക്കുന്ന ഈ വക അടുംപെട്ടികൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയരണം. അതോടൊപ്പം പൊതുജനങ്ങൾക്ക് ദ്രോഹകരമായ ഈ പദ്ധതി പാസാക്കിയ പഴയ നഗരസഭാ ചെയർമാനെയും അതിനു കൂട്ടുനിന്ന കൗൺസിലർമാരെയും നിയമനടപടികൾക്ക് വിധേയരാക്കണം. ഈ വിഷയത്തിൽ ഒന്നും ആവില്ല എന്ന് കരുതി ആരും മാറി നിൽക്കേണ്ടതില്ല. അഴിമതിക്കാർ ഇവിടെയെല്ലാം അടിച്ചുമാറ്റാൻ ഡിറ്റക്റ്റീവ് ടി.വി അനുവദിക്കില്ല. അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം കൃത്യമായി പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിറ്റക്റ്റീവ് ടി.വി വിജിലൻസിന് കേസ് കൊടുക്കാനും ശക്തമായ നിയമനടപടികളുമായി മുന്നോട്ടിറങ്ങാനും പോവുകയാണ്. ജനങ്ങളുടെ സുരക്ഷയും പണവും സംരക്ഷിക്കപ്പെടുന്നതുവരെ ഈ പോരാട്ടം തുടരും. വരും ദിവസങ്ങളിൽ ഈ കെട്ടിടത്തിന്റെ ഓരോ അഴിമതിക്കറയും പുറത്തുകൊണ്ടുവരിക തന്നെ ചെയ്യും. അങ്കമാലി നഗരസഭ പഴയ ഓഫീസ് കെട്ടിടം പുതുക്കിപ്പണിയൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഭരണസമിതി ബലഹീനമായ കെട്ടിടത്തിൽ നവീകരണ നീക്കവുമായി മുന്നോട്ട്. അങ്കമാലി ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച അങ്കമാലി നഗരസഭയുടെ പഴയ ഓഫീസ് കെട്ടിടത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സാങ്കേതിക വിദഗ്ധ സമിതി സമർപ്പിച്ച ഔദ്യോഗിക റിപ്പോർട്ട് ഭരണസമിതി ബോധപൂർവം മറച്ചുവെച്ചതായി ആക്ഷേപം ശക്തമാകുന്നു. കെട്ടിടം അതീവ അപകടാവസ്ഥയിലാണെന്ന വിദഗ്ധ സമിതിയുടെ ഗുരുതരമായ കണ്ടെത്തൽ ഫയലുകളിൽ നിലനിൽക്കെയാണ് അതൊട്ടും കാണാത്ത ഭാവം നടിച്ച് നഗരസഭ ഭരണസമിതി വലിയ രീതിയിലുള്ള നവീകരണ പ്രൊജക്ടുമായി മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധിയിൽ
കൃത്യമായി പറഞ്ഞാൽ 2021-ലാണ് അന്നത്തെ LSGD ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടുന്ന സാങ്കേതിക വിദഗ്ധ സമിതി വിശദമായ ഘടനാപരമായ പരിശോധനയ്ക്ക് ശേഷം ഈ ഔദ്യോഗിക റിപ്പോർട്ട് നഗരസഭയ്ക്ക് സമർപ്പിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ടിലെ ശക്തമായ മുന്നറിയിപ്പുകളെയും സാങ്കേതിക വിദഗ്ധരുടെ നിർദ്ദേശങ്ങളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടികൾ മുടക്കിയുള്ള നവീകരണ പ്രൊജക്ടുമായി ഭരണസമിതി ധൃതിപിടിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത്. 1982-ൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഭാരം താങ്ങി നിർത്തുന്ന പ്രധാന സപ്പോർട്ട് തൂണുകൾക്ക് ഗുരുതരമായ ബലക്ഷയമുണ്ടെന്നും കോൺക്രീറ്റും സിമന്റും വൻതോതിൽ അടർന്നുപോയ നിലയിലാണെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. കെട്ടിടത്തിന്റെ അടിത്തറയ്ക്കുൾപ്പെടെ ഘടനാപരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതിനാൽ നിലവിലുള്ള ഈ ഘടന അതേപടി നിലനിർത്തുന്നത് ഒട്ടും സുരക്ഷിതമല്ലെന്നാണ് അന്ന് വിദഗ്ധർ വിലയിരുത്തിയത്. എന്നാൽ ഈ സാങ്കേതിക റിപ്പോർട്ട് പൂർണ്ണമായും ഫയലിൽ ഒതുക്കിവെച്ചാണ് നഗരസഭ അധികൃതർ നിർമ്മാണ നടപടികളിലേക്ക് കടന്നത്. കെട്ടിടത്തിന്റെ അടിത്തറയ്ക്ക് പോലും സുരക്ഷിതത്വമില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് കാണാതെ ഏകദേശം 2.77 കോടി രൂപ ചെലവഴിച്ച് ഇത് പുതുക്കിപ്പണിയാനുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ തകർച്ചാഭീഷണി വ്യക്തമാക്കുന്ന വിദഗ്ധ റിപ്പോർട്ടുണ്ടായിട്ടും അത് മറച്ചുവെച്ച് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്രയും വലിയ തുകയുടെ നിർമ്മാണം ധൃതിപിടിച്ചു തുടങ്ങിയതിനു പിന്നിൽ വലിയ സാമ്പത്തിക താൽപര്യങ്ങളും അഴിമതിയുമുണ്ടെന്നാണ് പ്രതിപക്ഷവും നാട്ടുകാരും ആരോപിക്കുന്നത്. അപകടാവസ്ഥയിലുള്ള ഈ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചുമാറ്റി അവിടെ പുതിയൊരു സമുച്ചയമോ നഗരത്തിനാവശ്യമായ ഒരു സ്റ്റേഡിയമോ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ടുള്ള ഭരണസമിതിയുടെ ഈ വിചിത്രമായ നീക്കം. ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് വഴിവെക്കുമെന്നുറപ്പാണ്. ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാറായ അങ്കമാലി നഗരസഭയുടെ ഈ പഴയ കെട്ടിടത്തിനു മുമ്പിൽ നിന്നുകൊണ്ട് ഡിക്റ്റേറ്റീവ് ടിവിക്ക് വേണ്ടി ഡിക്റ്റേറ്റീവ് റിപ്പോർട്ടർ സൈനിങ് ഓഫ്.